ഭീഷ്മരോട് പ്രതികാരം ചെയ്യണമെന്ന ആഗ്രഹം അംബയുടെ ഉള്ളിൽ കുടികൊണ്ടിരുന്നു. ഒരു ദിവസം രാത്രിയിൽ അവൾ വനത്തിൽ ശൈഖാവത്യ മുനിയുടെ ആശ്രമത്തിൽ പാർക്കുകയായിരുന്നു. അവൾക്ക് തപസ്സു ചെയ്യണമെന്നുള്ള ആഗ്രഹം മുനിമാർ അംഗീകരിച്ചു. അടുത്ത ദിവസം അംബയുടെ മാതാമഹനായ ഹോത്രവാഹനൻ ആ വഴിക്ക് വന്നു. അവളുടെ അവശതകളെല്ലാം ഹോത്രവാഹനൻ മനസ്സിലാക്കി. സങ്കടങ്ങൾ എല്ലാം പരശുരാമനെ ധരിപ്പിക്കുവാൻ ഹോത്രവാഹനൻ ഉപദേശിച്ചു. ആ അവസരത്തിൽ പരശുരാമന്റെ അനുചരനായ അകൃതവ്രണൻ അവിടെ വരികയുണ്ടായി. ഹോത്രവാഹനൻ അംബയെ അകൃതവ്രണന് പരിചയപ്പെടുത്തി കൊടുത്തു. അകൃതവ്രണൻ വിവരം പരശുരാമനെ അറിയിച്ചു. സൃഞ്ജയനും അംബയുടെ വിവരങ്ങൾ പരശുരാമനെ ധരിപ്പിച്ചു. അംബയെ ഭീഷ്മരെ കൊണ്ട് സ്വീകരിപ്പിക്കാം എന്ന് പരശുരാമൻ കൈയേറ്റു. പക്ഷേ പരശുരാമന്റെ നിർദ്ദേശം ഭീഷ്മർ തള്ളിക്കളഞ്ഞു. രണ്ടുപേരും തമ്മിൽ കുരുക്ഷേത്രത്തിൽ വെച്ച് ഭയങ്കര യുദ്ധം നടന്നു. യുദ്ധം കൊടുമ്പിരി കൊണ്ടപ്പോൾ നാരദനും ദേവന്മാരും കൂടി ഭീഷ്മരെ യുദ്ധത്തിൽ നിന്നും വിരമിപ്പിച്ചു. അങ്ങനെ യുദ്ധം തുല്യ വിജയത്തിൽ കലാശിച്ചു. പരശുരാമനെ കൊണ്ട് കാര്യം സാധിക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ അംബ ആഹാര നീഹാരങ്ങൾ വെടിഞ്ഞ് യമുനാ തടത്തിൽ ചെന്ന് 6 വർഷം രൂക്ഷമായ തപസ്സു ചെയ്തു. അതിനുശേഷം ആഹാരമില്ലാതെ 1 വർഷം യമുനാ നദിയിൽ വെള്ളത്തിനടിയിൽ മുങ്ങിക്കിടന്നു. വീണ്ടും 1 വർഷം അവൾ കരിയിലകൾ ഭക്ഷിച്ചുകൊണ്ട് പെരുവിരൽ മാത്രം നിലത്തൂന്നി തപസ്സു ചെയ്തു. അനന്തരം 12 വർഷം തപസ്സു ചെയ്ത് ആകാശത്തെയും ഭൂമിയെയും ജ്വലിപ്പിച്ചു. സിദ്ധചാരണന്മാർ നിറഞ്ഞ വത്സഭൂമിയിലെ പുണ്യതീർത്ഥങ്ങൾ തോറും സഞ്ചരിച്ചു. ഗംഗാദേവി അവൾക്ക് പ്രത്യക്ഷപ്പെട്ട് കാര്യം അറിഞ്ഞ് ഭീഷ്മരെ വധിക്കുക സാധ്യമല്ലെന്ന് പ്രസ്താവിച്ചു. അതുകേട്ട് സങ്കടപ്പെട്ട് ജലപാനം പോലുമില്ലാതെ ദീനദീനമായി വത്സഭൂമിയിൽ കൂടി അലഞ്ഞു നടന്നു. അംബ വത്സരാജ്യത്തിലെ ഒരു നദിയായി പോകട്ടെ എന്ന് ഗംഗാദേവി ശപിച്ചു. ശാപഫലമായി അവളുടെ ഒരംശം അംബ എന്ന ഒരു നദിയായി തീർന്നു. ശിഷ്ടഭാഗം തപോവൃത്തിയിൽ കഴിച്ചുകൂട്ടി. ശിവൻ അവൾക്ക് പ്രത്യക്ഷനായി. ശിവൻ പറഞ്ഞു, ഭദ്രേ, നീ അടുത്ത ജന്മത്തിൽ പുരുഷത്വം പ്രാപിക്കും. ദ്രുപദ രാജാവിന്റെ വംശത്തിൽ നീ ജനിച്ച് ചിത്രയോഗി എന്ന പേരിൽ മഹാവില്ലാളിയായി ഭീഷ്മരെ വധിക്കും. ഇതുകേട്ട് സന്തുഷ്ടയായ അംബ ഞാൻ ഭീഷ്മരെ വധിക്കും എന്ന ദൃഢപ്രതിജ്ഞയോടുകൂടി അഗ്നി കൂട്ടി അതിൽ ചാടി മരിച്ചു.